മുൻ ആരോഗ്യമന്ത്രി കൂടിയായ വി ശിവകുമാർ ചേരുന്നുണ്ട്. ശ്രീ ശിവകുമാർ, ഇവിടെ വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നു, സങ്കടകരമാണ് കാര്യങ്ങൾ. പക്ഷേ ആശുപത്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിന്നിരുന്നു. ആ കെട്ടിടം തന്നെയാണ് തകർന്നു പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജുകളുടെ ഇല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ ഈ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകൾ എത്തുക? ഹലോ, കേൾക്കാമോ? ഹലോ, ശ്രീ വി എസ് ശിവകുമാർ, താങ്കൾ കേൾക്കാമോ? പറയൂ. ഇന്നത്തെ ഈ സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിനായിരുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ്? അത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. യഥാർത്ഥത്തില് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അവിടെ ഈ ഒരു പഴയ കെട്ടിടമായതുകൊണ്ട് അത് അവിടെ തകർന്നു വീണു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പഴയ കെട്ടിടങ്ങൾ അവിടെ വാർഡുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ രോഗികളെ അവിടെ കിടത്താൻ പാടില്ല, അവിടെ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ ഇന്ന സ്ഥലത്ത് പ്രവേശിക്കരുത് എന്ന് പഴയ കെട്ടിടം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 1962 മറ്റോ ഒക്കെ നിർമ്മിച്ച ഒരു കെട്ടിടമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ആ കെട്ടിടം അവിടേക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് എന്തെങ്കിലും വഴി വെച്ച് റെസ്ട്രിക്ട് ചെയ്യണമായിരുന്നു. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആശുപത്രികളായിരുന്നാലും സ്കൂളുകളായിരുന്നാലും സർക്കാർ ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, ഇവിടെയൊക്കെ യഥാർത്ഥത്തില് എപ്പോഴും ഒരുപാട് ആൾക്കാർ എത്തുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ആ സ്ഥലത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ പഴയ കെട്ടിടങ്ങളെയൊക്കെ റിനോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റാനോ ഒക്കെ ഉള്ള നടപടികൾ എടുക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ആശുപത്രിയിൽ ആളുകൾ എത്തുന്നത് എന്തിനാണ്? ആശുപത്രിയിൽ എത്തുന്നത് അവരുടെ രോഗം ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ ശിവകുമാർ, താങ്കൾ മന്ത്രിയായിരുന്നു 2011-16 ആ കാലഘട്ടത്തിലാണ്. 2013 കൃത്യമായിട്ട് ഇതിന്റെ ബലക്ഷയമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാതി വന്നിരിക്കുന്നത്. അതിനുശേഷം നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്, റിപ്പോർട്ടും താങ്കൾക്ക് മുന്നിൽ വന്നിട്ടുണ്ടാകും. അന്ന് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അല്ല, അത് ഏത് സാഹചര്യമായിരുന്നാലും ശരി തന്നെ പഴയ കെട്ടിടങ്ങൾ അത് ആശുപത്രികളിൽ ഉണ്ട് എങ്കിൽ ആ ഗവൺമെന്റ് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പോ പല സ്ഥലത്ത് ഇലക്ട്രിക്കൽ ഫാനൊക്കെ ഇളകി വീഴുന്നു, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഗവൺമെന്റ് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? 10 വർഷം കഴിഞ്ഞു. അങ്ങനത്തെ സാഹചര്യമുള്ളപ്പോൾ ആ കെട്ടിടത്തെ പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ഈ ആശുപത്രികൾ എന്തിനു വേണ്ടിയാണ്? ആശുപത്രി രോഗശമനം ഉണ്ടാകാൻ, രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകുന്നതിലേക്ക് വേണ്ടി, രോഗം മാറ്റുന്നതിലേക്ക് വേണ്ടി പോകേണ്ടുന്ന ആശുപത്രികളിൽ അവിടെ പോയിട്ട് ഇപ്പോ മരണം സംഭവിക്കുന്ന സാഹചര്യം മറ്റു പല കാരണങ്ങൾ കൊണ്ട് അത് തികച്ചും നിർഭാഗ്യകരമാണ് എന്നുള്ളത് മാത്രമല്ല, അത് ഗവൺമെന്റ് അത്തരത്തിലൊരു പരിശോധന സംസ്ഥാന വ്യാപകമായി ആശുപത്രികളിൽ, പ്രത്യേകിച്ച് ആശുപത്രി രോഗി ചികിത്സിക്കുന്ന സ്ഥാപനങ്ങളിൽ നടത്തും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ വി എസ് ശിവകുമാർ പ്രതികരിച്ചതിന്.